നമ്മുടെ ആർട്ട് വർക്കിൽ ഓൺലൈനിലൂടെ വിൽക്കാൻ പഠിക്കാം. ദിസ് ഇസ് പാർട്ട് 4 പ്രൈസിങ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മുടെ ആർട്ട് വർക്കിന് എത്രയാണ് പ്രൈസിങ് ഇടുക, കൂടി പോവോ കുറഞ്ഞു പോവോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആർട്ട് വർക്കിന് പ്രൈസിങ് ഇട്ടേക്കുന്നത്? മനസ്സിൽ തോന്നുന്ന എമൗണ്ട് ഇട്ടേക്കാണോ? ഒന്നെങ്കിൽ നമ്മുടെ അതേ സ്കില്ലുള്ള മറ്റു കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് പ്രൈസിങ് ഇട്ടേക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ പ്രൈസിങ് ഇടാനായിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. നമ്മൾ ആ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ആണോ പെയിന്റ് ആണോ എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് എന്ന് നോക്കാം. ദെൻ ടൈം. നിങ്ങൾ എത്ര ടൈം എടുത്തിട്ടാണ് ഒരു ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പെർ ഹവർ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്കിൽ ലെവലിനും എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ തീരുമാനിക്കാവുന്നതാണ്. ദെൻ ഒരു 20 to 30% പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് സെറ്റ് ചെയ്യാം. സോ ടൈം, മെറ്റീരിയൽസ്, പ്രോഫിറ്റ് ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് മാത്രം വില ഈടാക്കുക. നിങ്ങൾ മേ ബി കംപ്ലീറ്റ്ലി ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രൈസ് ഒരിക്കലും ബോധർ ചെയ്ത് മാക്സിമം ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കും. നിങ്ങളുടെ ആർട്ട് വർക്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന ടൈമിൽ ഒരിക്കലും വെറുതെ വർക്ക് ചെയ്യരുത്. നിങ്ങളുടെ ആർട്ട് വർക്കിന് നോർമലി